ഇടില്ലേ ഗ്യാസ് കഴിഞ്ഞു കമ്പനിയടുത്തിൻ്റെ എന്താ വെറുതെ അവനവന്റെ സമയം പോയി എന്നല്ലാതെ ഒന്നും കിട്ടിയില്ല. വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കാം. ഈ ഇന്നലെ മിഞ്ഞാന്നൊക്കെ പിടിച്ചില്ല മീന് വെള്ളമൊക്കെ വന്നു അതാവും കിട്ടാത്തതേ. അതുകൊണ്ടാവും ഒറ്റ ഒന്ന് പോലും കിട്ടിയില്ല. മാസത്തിൽ ഇതൊന്ന് കഴുകട്ടെ. കമ്പിയൊക്കെ ഉണ്ട്. എടുക്കട്ടത് ഹലോ കൂട്ടുകാരെ, ചില ദിവസം എങ്ങനെയാണ് കേട്ടോ, കുറേ സമയം നമ്മൾ തോട്ടിൽ പോയി വലയും കുത്തി പിടിച്ച് നിൽക്കും. ഒരു കണ്ണാഞ്ചുട്ടി മീനിനെയും കൂടിയും കിട്ടൂല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വെറുതെ സമയം ഉണ്ടല്ലോ വിചാരിച്ച് ഇങ്ങനെ പോയതാണ് കേട്ടോ. വെറുതെ പോയി നിന്നല്ലാതെ ഒന്നും കിട്ടിയില്ല. ചില ദിവസമാണെങ്കിലോ നമുക്ക് ചെറിയൊരു കറിക്കും ചെറിയൊരു പൊരിക്കും ഒക്കെ കിട്ടും ചെയ്യും. ചില ദിവസം അങ്ങനെയാണ് കിട്ടൂല. എനിക്ക് ഭ്രാന്ത് വരിക. ഞാൻ സത്യം പറഞ്ഞാൽ അന്നാണെങ്കിൽ കഞ്ഞിയും കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. രാവിലെ തന്നെ മീൻ കുത്താൻ പോയി, വല കുത്താൻ പോയി. മീനൊന്നും കിട്ടിയില്ല. എന്നിട്ട് പിന്നെ ഞാൻ വേഗം വന്നിട്ടാണ് അടിച്ചു വാരലും തുടക്കലും അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് അതിലിടക്ക് പിന്നെ അരി അടുപ്പത്തിട്ട് അരി വെന്ത് അരി ഊറ്റുകയാണ് കേട്ടോ. റേഷൻ അരി ആയതുകൊണ്ടേ പെട്ടെന്ന് വെന്തും കിട്ടും. ഇതിപ്പോൾ ഒരു തള ഏറിപ്പോയിട്ടോ. അപ്പോൾ അതാ ഞാനിങ്ങനെ കഞ്ഞിവെള്ളം ഇങ്ങനെ കുറച്ച് എന്നും ഇങ്ങനെ ഒഴിവാക്കിയിട്ടും കളയൂല. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം അത് കളയും കേട്ടോ. ഇനി ആരെങ്കിലും ഒരു തുള്ളി കഞ്ഞിൻ്റെ വെള്ളം വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ വേണമല്ലോ വിചാരിച്ചങ്ങാണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് കളയാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. പുക മൂടിയിട്ടേ വീഡിയോ കാണുന്നതല്ല. അതിലാണ് പിന്നെ കുഞ്ഞാണിയൊക്കെ ബോട്ടി കൊണ്ടുവന്നതേ. ബോട്ടി കൊണ്ടുവന്നീന് അത് ഞാൻ നല്ലോണം വൃത്തിയാക്കി തന്നിട്ടുണ്ട്. എന്നാലും നമുക്കൊരു വൃത്തിയാക്കലുണ്ടല്ലോ. അതൊക്കെ വൃത്തിയാക്കിങ്ങാണ്ട് അത് ആടിൻ്റെ ബോട്ടിയാണ് കേട്ടോ. അപ്പോൾ ആടിൻ്റെ ബോട്ടിയൊക്കെ ഈ കർക്കിടക മാസത്തിൽ ഇപ്പോൾ കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ.
അപ്പം അങ്ങനെ ഞങ്ങളും ആടിൻ്റെ ബോട്ടി വാങ്ങി അത് കുക്കറിൽ വേവിച്ച് പിന്നെ ചെറിയുള്ളിയൊക്കെ വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഉലുവയൊക്കെ ഇട്ട് തൂമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഈ വെള്ളം ഇട്ട് നല്ലോണം വറ്റിച്ചെടുക്കണേ, എന്നാലേ രസം ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് മൾബറി ഉണ്ടായിരുന്നു കേട്ടോ, അത് പഴുത്തത്, അത് കുറച്ച് പറിച്ച് കൊണ്ടുവന്നാണ്ട് കഴുകി അത് കഴിക്കാൻ ജ്യൂസ് അടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതിന് ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്, അപ്പോൾ അത് ജ്യൂസ് അടിക്കാതെ വെച്ചാൽ അതൊന്ന് കുറച്ച് കഴുകി എടുത്ത് വെച്ചു. മൾബറി കഴിക്കുന്നത് നല്ലതാണ്, നമുക്ക് നല്ലൊരു ബ്ലഡ് ഉണ്ടാവും, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, ഇരുമ്പ് സത്താണ്. അപ്പോൾ കുറച്ച് പാലുണ്ടായിരുന്നു, അപ്പോൾ ആ പാലിൽ ജ്യൂസ് അടിക്കാൻ വിചാരിച്ചത് അവിടെ മാറ്റി വെച്ചു. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ അറിയണതെന്ന് കുഞ്ഞാണിയൊക്കെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാ അതിന് ഉലുവയൊക്കെ കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കറിക്കിടങ്ങ മാസത്തിൽ ഉലുവയും ചെറിയൊക്കെ നല്ലോണം ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആ ഉലുവ നല്ലോണം പൊട്ടിച്ചിട്ട് ഉള്ളി വാട്ടിയിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഒന്ന് മഴ പെയ്തെങ്കിൽ എന്ന് വിചാരിക്കുകയാണ്. ചിക്കൻ കറി ആടിൻ്റെ ബോട്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടം തോട്ടിലുള്ള മീനാണ് കേട്ടോ. കുറേ സമയം ഞാൻ പോയി നോക്കി നിന്നു, ഇവിടെ കിട്ടിയില്ല. എന്താ ഇപ്പോൾ ചെയ്യുന്നത്? അപ്പോൾ ഒന്നാമത് ഈ മഴ ഇല്ലാത്ത സമയത്ത് ചില ദിവസം മഴ ഇല്ലെങ്കിലും തോട്ടിൽ വെള്ളം തോനുണ്ടാകുമ്പോൾ ഞാനിങ്ങനെ വല കുത്തലുണ്ട്, അപ്പം മീൻ കിട്ടലുണ്ട് കേട്ടോ. ഇന്ന് ഒരൊറ്റൊരു മീൻ പോലും കിട്ടിയില്ല. ഇനിയിപ്പോൾ എല്ലാവരും വല കുത്തിയിട്ട് മീനൊക്കെ കഴിഞ്ഞു തോന്നുന്നു. അതിലിടയ്ക്ക് 2 ദിവസം ഈ മാസത്തിൽ തന്നെ 2 ആഴ്ചയിൽ 2 ദിവസം തോട് കിട്ടിയിരുന്നു. അങ്ങനെയും കുറേ കുട്ടികൾ മീൻ പിടിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആ കാര്യം മീനില്ലാഞ്ഞത്. പിന്നെ ഇപ്പം എന്താണെന്നറിയാം, എനിക്ക് മീൻ കിട്ടണതൊന്നുമല്ല, വല കുത്തിങ്ങനെ നിൽക്കാനും മീൻ പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിന് മെനക്കെട്ടത്. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ നേരം കുറേ സമയമായി. പിന്നെ ഇന്നിപ്പോൾ കർക്കിടക വാവിൻ്റെ ലീവല്ലേ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ആക്കും പോലെ പെട്ടെന്ന് അങ്കണവാടിക്ക് പോകുന്നു വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഈ കോഴിയാണ് കേട്ടത്. ഇത് കോഴി നാടൻ കോഴി തന്നെയാണ് കേട്ടോ. നാടൻ കോഴിൻ്റെ മുട്ടയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാമല്ലോ വിചാരിച്ച് ഞാൻ. പെടക്കോഴിയായിരുന്നു കേട്ടോ, അത് മുട്ട ഇടുന്നില്ലായിരുന്നു. അപ്പോൾ മുട്ട ഇടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ കോഴീനെ വാങ്ങിയത് കേട്ടോ. മുട്ട ഇടാത്ത കോഴിയാണല്ലോ. അപ്പോൾ അതിനറുത്ത് നോക്കുമ്പോൾ അതിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു മുട്ട ഉണ്ടാകണുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ അതുകൊണ്ടൊരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. കറിക്കിടക മാസത്തിൽ നാടൻ കോഴിയായിട്ടും ആടിൻ്റെ ബോട്ടിയായിട്ടും ഒക്കെ കഴിഞ്ഞ കുഞ്ഞാണിയൊക്കെ നല്ലോണം ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. കാരണം പുറത്ത് പോയി പണിയൊക്കെ എടുക്കണ മനുഷ്യനല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ആണുങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കണം കേട്ടോ. വർഷത്തിലൊരിക്കൽ നമ്മളങ്ങനെ കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അത് നമ്മളെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെയും കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന കൂട്ടുകാർ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ പപ്പടം പൊരിക്കാൻ വിചാരിച്ചു. പിന്നെ അനിയത്തിയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചാൽ അവർക്കും കൊടുക്കൂട്ടോ. ഇറച്ചിക്കറിയൊക്കെ അവർക്കും കൊടുക്കൂട്ടോ. ഞങ്ങൾ ഒറ്റക്കൊന്നല്ല കഴിക്കുക, ഇത്രയും ഇറച്ചിയൊന്നും ഞങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കൂല കേട്ടോ. ഞങ്ങൾ കഴിക്കും, വയറ് നിറച്ച് കഴിക്കും, പിന്നെ അവർക്കും കൊടുക്കൂട്ടോ. അപ്പോൾ പപ്പടം എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് വാങ്ങിത്തന്ന പപ്പടം കേട്ടോ, നല്ല പൊള്ളക്കുന്നുണ്ട്. പിന്നെ അതുമല്ല ഇത് ചെട്ടിയന്മാരിന്ന് വാങ്ങിയ പപ്പടമായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചെട്ടിയന്മാരുണ്ടാക്കിയ പപ്പടമാണ്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കൂട്ടുകാർ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണം.